ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ചെന്നൈ യാത്രയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. പാർട്ട് 4. ഷോർട്ട് ടെമ്പിൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഉച്ചയായി. പിന്നെ നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള ഹോട്ടലിൽ കയറി ഓരോ ബിരിയാണി കഴിച്ചു. തമിഴ്നാട് സ്റ്റൈലിലുള്ള നല്ല നാടൻ ബിരിയാണി, നല്ല രുചിയായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ ചെന്നൈ ടൗണിലേക്ക് തിരികെ വരികയാണ്. ഇപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗിണ്ടി മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിലൂടെയാണ്. ഇത് രണ്ടും അപ്രയപ്രയമായാണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടപ്രയപ്രയമായിട്ട് നല്ല തിരക്കുണ്ട്. വഴി സൈഡിൽ രണ്ടും കച്ചവടക്കാരുകളുണ്ട്. ഞാൻ ആദ്യമായാണ് ചെന്നൈ മെട്രോയിൽ കയറാൻ പോകുന്നത്. ചെന്നൈക്ക് വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ചെന്നൈ മെട്രോയും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി ചെന്നൈ മെട്രോയിലേക്ക് നടന്നു. സാമാന്യം നല്ല തിരക്കുണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് നടന്നു. ഇവിടെ 2 ലൈനായിട്ടാണ് മെട്രോ പോകുന്നത്, റെഡ് ലൈനും ഗ്രീൻ ലൈനും. നമ്മൾ കയറി ചെന്നപ്പോഴേക്കും ജസ്റ്റ് ട്രെയിൻ കടന്നുപോയി. ഇനി അടുത്ത ട്രെയിനിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കണം. ഏകദേശം കൊച്ചി മെട്രോ പോലെ തന്നെ വലിയ വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ വൃത്തിയായി പരിപാലിക്കപ്പെട്ടു പോരുന്നൊരു മെട്രോയാണ് ചെന്നൈ മെട്രോ. അങ്ങനെ കുറച്ച് സമയം കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തുകയാണ്. നമ്മൾ മെട്രോ കയറിയിരിക്കുന്നത് ഗിണ്ടി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഗവൺമെൻറ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കളികൾ നടക്കുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിനടുത്തായിട്ടാണ് നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പോകാനുള്ള മെട്രോ നമ്മുടെ അടുത്തായിട്ട് വന്നു നിന്നു. മെട്രോയ്ക്കകത്തും നല്ല തിരക്കുണ്ട്. അവിടെ നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത് ഗവൺമെൻറ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലാണ്. ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. ഇനി നമ്മൾ മുകളിലേക്ക് പോകാൻ സ്റ്റെപ്പ് കയറണം, അല്ലെങ്കിൽ ലിഫ്റ്റ് കയറണം. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം മറീന ബീച്ചിലേക്ക് ഇറങ്ങാനാണ് നമ്മുടെ തീരുമാനം. മറീന ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ ഏകദേശം രാത്രി ഒരു 8-8:30യോടെയാണ് നമ്മൾ എത്തിയത്. പക്ഷേ അപ്പോഴേക്കും കരുണാനിധിയുടെയും ജയലളിതയുടെയും സമാധി സ്ഥലത്തേക്കുള്ള പ്രവേശനം ആ സമയം അവസാനിച്ചിരുന്നു. ആളുകൾ അതിൻ്റെ വെളിയിൽ നോക്കി നിൽപ്പുണ്ട്. നമ്മളും കുറച്ചു നേരം ആ കാഴ്ചകൾ കണ്ട് അതിലെ വഴി നടന്നു. ഇപ്പോൾ ഈ കാണുന്ന ജയലളിതയുടെ സ്മൃതി മണ്ഡപമാണ്. അതിന് തൊട്ടടുത്തായി തന്നെയാണ് കരുണാനിധിയുടെ സമാധി സ്ഥലം. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന കവാടമാണ് നമ്മുടെ കണ്ണിൽ പെടുക രാത്രിയിൽ അവിടെ എത്തിയാൽ. വഴിയിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ പയ്യെ ആ സമാധി സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. തമിഴ്നാട്ടുകാർ ഈ 2 പേർക്കും അവരുടെ മനസ്സിൽ കൊടുത്ത സ്ഥാനം എന്തെന്നറിയാൻ ഇവിടെ എത്തിയാൽ മതി. ഇപ്പോഴും എന്താണ് തിരക്ക്! അവിടെ നിന്ന് വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ മറീന ബീച്ചിലെ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി മറീന ബീച്ചിലേക്ക് പതിയെ നടന്നു. വഴിയോരത്ത് ഇരു സൈഡിലും കടകൾ സജീവമാണ്. ധാരാളം ആളുകൾ കടലിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു. ശരിക്കും രാത്രിയിലാണ് മറീന ബീച്ച് ഒന്നുകൂടെ ആക്റ്റീവ് ആകുന്നത്. കാരണം പകലൊക്കെ നല്ല ചൂടായതുകൊണ്ട് പൊതുവെ ആളുകൾ കുറവാണ്. ബീച്ചിലേക്കുള്ള വഴിയുടെ ഇരു സൈഡിലും ആളുകളെ ആകർഷിക്കാനുള്ള കടകളാണ് കൂടുതലും. ഈ കക്ക, ടോയ്സ് അങ്ങനെയുള്ള കടകളാണ്. ഇടയ്ക്ക് ടാറ്റോ കടകളുണ്ട്. മണ്ണിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. നടക്കാൻ ഇത്തിരി പാടാണ്. മണ്ണിൽ കാല് താഴ്ന്നു പോകുന്നതുകൊണ്ട് കുറച്ചധികം ദൂരമുണ്ട് ബീച്ചിലേക്ക് എത്താൻ. ഇത്രയധികം ആളുകൾ എത്തുന്ന സ്ഥലമായിട്ടും കാര്യമായിട്ട് അവിടെ നിന്ന് വൃത്തിയാക്കുന്നില്ല എന്ന് എനിക്ക് ആ വഴി കണ്ടപ്പോൾ തോന്നി. പ്ലാസ്റ്റിക് മാലിന്യമാണ് എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് മാലിന്യം. കക്ക കൊണ്ടുണ്ടാക്കിയ ഭംഗിയുള്ള വിവിധ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു.
അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിൻ്റെ അറ്റത്തേക്ക് എത്തി. ഇവിടെ നിറയെ മീൻ വറുത്ത് കൊടുക്കുന്ന കടകളാണ്. രാത്രി ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. മീൻ ഇഷ്ടം പോലെ മസാല പുരട്ടി പല ഐറ്റം പാത്രങ്ങളിലാക്കി അടുക്കി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ കളറ് മുക്കി അടുക്കി വെച്ചേക്കുന്നത് കണ്ട ആർക്കായാലും ഒന്ന് മേടിച്ച് കഴിക്കാൻ തോന്നും. എനിക്കും തോന്നിയായിരുന്നു. പക്ഷേ ആദ്യം കണ്ട കടയിൽ കയറിയില്ല. കുറച്ച് മാറി കഴിഞ്ഞ് കയറാമെന്ന് കരുതി മുന്നേക്ക് നടന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ബീച്ച് സജീവമാണ്. ഇഷ്ടം പോലെ പല വെറൈറ്റി കടകളാണ് ആളുകൾ കൊണ്ട് തുറന്നു വെച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ കുതിര സവാരിക്കായി റെഡിയാക്കി നിർത്തിയിരിക്കുന്നു. ഇവരൊന്നും പകൽ കണ്ടിരുന്നില്ല, രാത്രിയാണ് ഇവരെല്ലാം വരുന്നത്. അങ്ങനെ നമ്മൾ അവസാനം ഒരു മീൻ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കടയിലേക്ക് എത്തി. ഞാനൊരു അയിലയും പേരറിയാത്തൊരു കഷ്ണം മീൻ മുറിച്ച് വെച്ചിരിക്കുന്നതും വാങ്ങി. ഒരു പ്ലേറ്റിന് 50, 100, 150 അങ്ങനെ മീനിൻ്റെ ഐറ്റത്തിനനുസരിച്ചാണ് വില. നമ്മൾ ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം. അവരപ്പം തന്നെ അത് വറുത്ത് നമുക്ക് തരും. ഞാൻ സെലക്ട് ചെയ്ത മീനാണ് ഇപ്പോൾ ഈ ചട്ടി കിടന്ന് വറുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത മീൻ വറുത്ത് ഒരു നാരങ്ങ ഇച്ചിരി സബോള ഇട്ട് നമുക്കൊരു പാത്രത്തിലാക്കി കിട്ടിയിട്ടുണ്ട്. പിറ്റേന്ന് അത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ബീച്ചിലേക്ക് നടന്നു. അവൻ ക്ഷീണമായതുകൊണ്ട് എത്തിയില്ല. ഈ കാണുന്നതാണ് ചെപ്പോക്ക് സ്റ്റേഡിയം. ഇന്നലെ രാത്രി നമ്മളിതിന് തൊട്ട് സൈഡിലാണ് റൂം എടുത്തിരുന്നത്. ഈ വഴിയെ നേരെ മുന്നോട്ട് നടന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മറീന ബീച്ചിലേക്കാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയും രാവിലെ നല്ല തിരക്കാണ് ഇവിടെ റോഡ് സൈഡിൽ. മറീന ബീച്ചിലെ പ്രഭാത കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഗിങ്ങിനും നടക്കാനുമായി ഇറങ്ങിയ ധാരാളം ആളുകൾ. ദൂരെ ആ ഇടതുവശത്തായി കാണുന്നതാണ് ജയലളിതയുടെയും കരുണാനിധിയുടെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നമ്മൾ അവിടെ നിന്ന് നടന്ന് ബീച്ച് റോഡിലൂടെ സൈഡിലേക്ക് നടക്കുകയാണ്. ചെന്നൈയുടെ ഹൃദയഭാഗം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടത്തെ പറയാവുന്നതാണ്. വളരെ വൃത്തിയായി പരിപാലിക്കപ്പെട്ടു പോകുന്ന വഴിയാണിത്. ആളുകൾക്ക് നടക്കാനായി വളരെ വീതിയിൽ തന്നെ ടൈൽസൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ബീച്ചിലേക്ക് പോയ വഴി കണ്ടാണ് രാവിലെ വന്ന വള്ളത്തിൽ നിന്ന് മീൻ വേർതിരിക്കുകയാണ് ഇവർ. ആ കാഴ്ച കണ്ട് ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നു. കൂടുതലും ഞണ്ടും ചെമ്മീനും അങ്ങനെയുള്ള മീനുകളൊക്കെയാണ്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുകയാണ്. രാവിലെ പിടിച്ച ഞണ്ടാണ്. കൂടുതലും ഞണ്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് വലയിൽ, ഉടക്ക് വലയിൽ. ഞാൻ ക്യാമറ പിടിക്കുന്ന കണ്ടപ്പോഴേക്കും
അദ്ദേഹം വലയിൽ ഒരു കക്ക കുടുങ്ങി തന്നെ കാണിച്ചിരുന്നു. ശ്രദ്ധാപൂർവ്വം അദ്ദേഹം അതിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ്. ഇച്ചിരി പണിപ്പെട്ടുള്ള പരിപാടിയാണ് ഈ ഉടക്ക് വലയിൽ നിന്ന് അത് ഊരിയെടുക്കുക എന്നുള്ളത്. കുറച്ചു നേരം കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ പയ്യെ മുന്നിലേക്ക് നടക്കുകയാണ്. രാവിലത്തെ മറീന ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് രത്ന കഫേയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. 1948 ഈ കട ഇവിടെ സ്ഥാപിതമാണ്. ഇവിടുത്തെ പ്രധാന വിഭവം എന്ന് പറയുന്നത് ഇഡ്ഡലി സാമ്പാറാണ്. നമ്മൾ പോയ വഴിക്ക് ചുറ്റും കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു കൂടുതൽ ആൾക്കാരും കഴിക്കുന്ന ഇഡ്ഡലി സാമ്പാറാണ്. സാമാന്യം നല്ല തിരക്കാണ് കടയിൽ. ഇരിക്കാൻ നമ്മളൊരു സീറ്റ് തപ്പി കുറച്ചധികം മുന്നോട്ട് നടന്നു. അങ്ങനെ ഒരു സീറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനൊരു ഇഡ്ഡലി സാമ്പാറും അവനൊരു പ്ലെയിൻ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ആഹാരമായിട്ട് വെയിറ്റർ എത്തി. 2 ഇഡ്ഡലി ഒരു പാത്രത്തിലാക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ചൂട് സാമ്പാർ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒഴിച്ചു തരും. ഇതാണ് അവിടുത്തെ ഏറ്റവും വിശിഷ്ടമായ പ്രധാന ഭക്ഷണം, ഇഡ്ഡലി സാമ്പാർ. നല്ല ചൂട് സാമ്പാറിൻ്റെ മണം നമ്മുടെ ഈ മൂക്കിലോട്ട് അടിച്ച് കയറും. തമിഴ്നാട്ടിൽ സാമ്പാറിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന ഇഡ്ഡലി സാമ്പാറിന് ഇഡ്ഡലി മുറിച്ച് സാമ്പാറോടെ കൂട്ടി കഴിച്ചു നോക്കി. അപാര ടേസ്റ്റാണ് അതിന്. ചുമ്മാ അല്ല ഇത്രയധികം ആളുകൾ ഇത് തന്നെ മേടിച്ച് കഴിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ചൂട് വടയോടെ പറഞ്ഞു. വടയ്ക്കും അപാര ടേസ്റ്റായിരുന്നു. നമ്മുടെ ചെന്നൈ യാത്ര ഇവിടെ തീരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളതൊരു സബർബൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ MGR സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്നാണ് നമുക്ക് മടക്ക യാത്രയ്ക്കുള്ള ട്രെയിൻ ഉള്ളത്. ഇവിടുന്ന് ഏകദേശം 5 രൂപയേ ഉള്ളൂ സബർബൻ ട്രെയിനിൽ MGR സെൻട്രൽ സ്റ്റേഷനിലേക്ക്. അഭിമന്യു 2 ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ആ ടിക്കറ്റുമായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. വന്നിറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ സബർബൻ ട്രെയിൻ കടന്നു പോകുന്ന കണ്ടിരുന്നു. അപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അതിലൊന്ന് കയറണം. അപ്പോൾ നമ്മൾ സബർബൻ ട്രെയിനിൽ കയറി MGR സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇതോടുകൂടി നമ്മുടെ ചെന്നൈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മുൻഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയി വീണ്ടും